ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാനോ ഗെയിമിംഗ്. നമ്മളാക്കുന്ന മൈൻക്രാഫ്റ്റിലാണ്. അതുപോലെ നമ്മുടെ സ്വന്തം ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നും ഇല്ല. നമുക്ക് കുറച്ച് റിസോഴ്സസ് ഗ്യാദർ ചെയ്യാനുണ്ട്, പിന്നെ കുറച്ചൊക്കെ ക്ലിയർ ചെയ്യാനും അങ്ങനത്തെ പരിപാടിയാണ് ഇന്നൊരു ഫുഡ് സോഴ്സ് ഉണ്ടാക്കാൻ ഉള്ള ഒരു ഫാം ഉണ്ടാക്കണം. അങ്ങനത്തെ ഒരു അറ്റകുറ്റപ്പണി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടിയാണ്. അപ്പം അത് ഞാൻ വെറുപ്പിക്കുന്നില്ല. നേരെ വീഡിയോയുടെ പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഗൈസ്, നേരെ വീട്ടിലോട്ട് പോകാം. അത് തന്നെ കിടന്നുറങ്ങാനുള്ള സമയം തന്നെ ആയല്ലോ. ഒക്കെ ഒന്ന് കിടന്നുറങ്ങാം. ഇവിടെ അല്ലായിരുന്നു എൻ്റെ വീട്. ഞാൻ മാറി ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ ഓഫ് ക്യാമറയിൽ കുറച്ചൊന്ന് കളിച്ചായിരുന്നു, പിന്നെ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അപ്പം കളിച്ച കൂട്ടത്തിൽ കുറച്ച് കോളൊക്കെ മറ്റേ കോബിൾ സ്റ്റോണൊക്കെ മൈൻഡ് ചെയ്തെടുത്തായത് ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ ഇട്ടേക്കുവാണ് ഗൈസ്. നമുക്ക് മറ്റേ ബ്രിക്ക് പോലത്തെ ബ്രിക്കല്ലോ എന്തിൻ്റെ പേര്, എന്തെങ്കിലും സ്റ്റോണും കൊണ്ട് മറ്റൊരു ഡിസൈൻ, എൻ്റെ ഒരു ഡിസൈൻ. എന്താ ട്രേഡ് ചെയ്യുന്നത്? ഓക്കെ, ഇവന് ഇവിടെ അങ്ങനെ നിന്നോട്ടെ, ആവശ്യമില്ല. ഞാൻ കിടന്നുറങ്ങട്ടെ. ഞാൻ ഈ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിട്ടേക്കെന്ന് വെച്ചാൽ എനിക്ക് FPS കിട്ടാൻ വേണ്ടിയാണ്. എനിക്ക് ഇതിടുമ്പോൾ കുഴപ്പമില്ലാതെ സ്മൂത്തൊക്കെയാണ്. എനിക്ക് വലിയ സീനൊന്നുമില്ല. ഇപ്പോൾ ഇന്നത്തെ സീനൊന്നുമില്ല. എനിക്കിവിടെ ഓക്കിൻ്റെ ഭയവുമില്ല. ഞാൻ അധികം അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരും. എനിക്ക് ചെറിയ ബ്ലോസ് മാത്രമേ ഉള്ളൂ. എന്നെ അത് വെറുപ്പിക്കുന്നുണ്ടോ എന്നൊരു സംശയം. നമുക്ക് ഫസ്റ്റ് തന്നെ മരം വെട്ടി തന്നെ അങ്ങ് തുടങ്ങാം. കുറേയേറെ വുഡ് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റോറേജ് ഫസ്റ്റ് ഉണ്ടാക്കാം. സ്റ്റോറേജിനുള്ള സംഭവം നമുക്കവിടെ സ്റ്റോറേജ് എന്ന് വെച്ചാൽ കുറച്ച് ചെസ്റ്റൊക്കെ ആവശ്യമുണ്ട് നമുക്കവിടെ. ആ ചെസ്റ്റൊക്കെ നമുക്ക് അവിടെ കൊണ്ട് വെക്കാം. പിന്നെ ഗൈസ്, പറയേണ്ട കാര്യമില്ലല്ലോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഒന്നരായിട്ട് മാക്സിമം വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. ഇല്ല, പൊട്ടത്തില്ല. അപ്പം ഈ ഒരു മരം കിട്ടി 20. ഈ ഒരു മരം കൂടെ ഇട്ടേക്കാം. എന്നിട്ട് താഴെ പോയി നമുക്ക് കുറച്ച് ക്ലിയർ ആക്കാറുണ്ട് ഗൈസ്. ഇത്രയൊക്കെ മതി. ഈ സാധനം മെനക്കേട് അത്രയൊക്കെ മതി. നമുക്ക് അന്ന് കിട്ടിയ ലെഗിൻസാണ്, നമ്മുടെ അയൺ ലെഗിൻസാണ് നോക്കിയിട്ടേക്കുന്നത്. ഫുഡ് അപ്പം തീരുമാനമായി. ഇത് പിന്നെ ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഓക്ക് മൊത്തം അങ്ങ് വെട്ടി ആണ് ഇത്രയൊക്കെ. ഇതിനകത്തുനിന്ന് ഒരു 3 അയൺ നമുക്ക് എടുക്കണം. ബക്കറ്റ് ഉണ്ടാക്കണം. 7 തന്നെ എടുത്തു. ഞാൻ എന്തോ കാണിക്കുമോ ഞാൻ. ഒരു ബക്കറ്റ് ഈ അയൺ നമുക്ക് തിരിച്ചു വെക്കാം. ഒരു ഹോയും ഉണ്ടാക്കണം. എന്നിട്ട് ഇതിനകത്തുനിന്ന് സംഭവം എടുക്കണം. ഇതിനകത്തുനിന്ന് ക്യാരറ്റ് എടുക്കണം. ഇനി വളർന്നു വരാൻ നിർത്തി ഏത് കൊല്ലം എടുക്കുമെന്ന്. ഇവിടെ എങ്ങാണ്ടൊരു വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതിനകത്തുനിന്ന് അടിച്ചു മാറ്റാം. യുമാറേനകത്തുനിന്ന് അടിച്ചു മാറ്റാന്ന് വെച്ചാൽ നടക്കുന്ന കേസല്ലേ ഇതെന്തോ. ഞാൻ നട്ടു കൊടുത്തത് തന്നെ. നമുക്ക് എവിടെ വേണം
ആ ബേസിൻ്റെ അടുത്ത് തന്നെ ആകുമ്പോൾ നല്ലതായിരിക്കും. ആ ഒരു ശവലും കൂടെ ഉണ്ടാക്കാം. കുഴപ്പമില്ല, ഏതിൻ്റെയാണ് ഈ ശവലല്ലേ. മഴയൊക്കെ മറ്റേൻ്റെ തന്നെ മതിയായിരുന്നു, സ്റ്റോണിൻ്റെ ശവല തന്നെ മതിയായിരുന്നു ഗൈസ്. ഞാൻ ഇപ്പോൾ ഇവിടെ കുറച്ചൊന്ന് ക്ലിയർ ആകട്ടെ ഗൈസ്. ഞാൻ ഇവിടെ ഒന്ന് ക്ലിയറും ആക്കി, കുറച്ച് വശം ഒന്ന് ക്ലിയർ ആക്കി ഇനി നമുക്ക് ഇവിടെ ചുമ്മാ വാട്ടർ ഒഴിച്ചിട്ട് അതെല്ലാം ഈ ചുമ്മാ കിടക്കുന്ന ഗ്രാസ് എല്ലാം കളഞ്ഞു. പോട്ടെ എല്ലാം പോട്ടെ. ഇവിടെ ഗ്രാസ് ഒരുപാട്, അത് വയ്യാത്തത്. എല്ലാം പോട്ടെ. കുറേ പൂവുണ്ട്. പോട്ടെ. ഇനി ഇവിടെ നിന്നും കുറച്ചുണ്ടല്ലോ. എന്നിട്ട് ഇവിടെ നിന്ന് ടിൽറ്റ് ചെയ്യണം വെള്ളം ഒഴിച്ചിട്ട്. എന്നിട്ട് എത്രയൊക്കെ മതി, എന്തെങ്കിലും ക്ലീൻ ആയല്ലോ, അത് മതി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് എടുക്കുക, ഇവിടെ നിന്ന് കുഴിക്കുക, വെള്ളം ഒഴിക്കുക, ഇന്ന് ടിൽറ്റ് ചെയ്യുക. നമ്മുടെ കയ്യിരിക്കുന്ന 3 ക്യാറ്റ് നടുക. ഇത് കുറച്ചങ്ങനെ ടിൽറ്റ് ചെയ്തിട്ടേച്ചാൽ മതി. കുറച്ചൊന്ന് ടിൽറ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം. അതിൻ്റെ പിന്നെ വളരുന്നതിൻ്റെ അനുസരിച്ച് അതങ്ങ് നട്ട് കൊടുത്തേച്ചാൽ മതി. പിന്നെ നമ്മൾ 2 പൊട്ടറ്റോ ഉണ്ട്. പിന്നെ ഈ സീഡെല്ലാം എടുത്ത് നമുക്ക് ബോൺവീൽ അങ്ങ് ചെയ്യാം ഗൈസ്. നമുക്ക് ഇതെല്ലാം എടുത്തങ്ങ് ഇത് ഇവിടെ ഇരുന്നോട്ട്. ഈ പൂവും കായും മായും എല്ലാം എടുത്തിട്ട് ഇതൊന്ന് ബീട്രൂട്ട് സീഡ് എടുത്തോട്ട് വേണം ആവശ്യം. ഇതെല്ലാം എടുത്ത് നമുക്ക് അവിടെ കൊണ്ടുപോയി ബോൺവീലാക്കാം ഗൈസ്. നമുക്ക് അന്നേരം ഒരു 2 ബോൺവീൽ കിട്ടി കഴിയുമ്പം ഇതെല്ലാം കളക്ട് ചെയ്തേക്കാം, ആവശ്യം വരും. എനിക്കധികം ബ്രെഡ് അധികം ഇഷ്ടമല്ലേ. നമുക്ക് വീട്ടിലായാലും നട്ടച്ചാൽ മതിയായിരുന്നു. ഇതെല്ലാം കളക്ട് ചെയ്യുക. കളക്ട് ചെയ്തിട്ട് ഇവിടെ പിന്നെന്തുവാ, ഇതെല്ലാം എടുത്തിട്ട് ഇവിടെ വന്ന് ബോൺവീല് ആക്കി ഇതെല്ലാം ബോൺവീലാക്കിയിട്ട് കാണാം ഗൈസ്. ഒരു 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇതങ്ങ് ബോൺവീലങ്ങ് ചെയ്യാം, പൊട്ടിക്കുക. ഒരെണ്ണം കൂടെ നട്ടിട്ട് ഇതങ്ങ് കഴിക്കണം. അപ്പം തന്നെ വിശക്കുന്നു. അതിനകത്ത് ഏതൊരു ബോൺവീലാക്കി ഇട്ടേക്കാം ഗൈസ്. ഇതങ്ങ് നോക്കിയിട്ടേക്കാം. ഇനി ആരും വന്ന് ചാടായിരുന്നു വെച്ചാൽ മതി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ചെയ്ത് വെച്ചാൽ മതി. പിന്നെ നമുക്ക് കുറച്ച് പണിയും കൊണ്ട് പിന്നെ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി ഇവിടെ അങ്ങ് വെക്കാം. എന്നൊക്കെ ഇനിയും സാധനങ്ങൾ വരും. കബിൾ സ്റ്റോൺ ആയോ? 2 പൊട്ടറ്റോ കയറ്റിക്കട്ടെ. നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ ബ്രിക്കാ സ്റ്റോൺ ബ്രിക്സാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയാണ് ഇതെടുത്തത്. ഫുള്ളങ്ങ് ഉണ്ടാക്കിയത്. ജസ്റ്റ് ഇവിടുത്തെ ഇതങ്ങ് പൊട്ടിച്ചിട്ട് അവിടെ നോട്ട് എല്ലാം വിട്ടിരിക്കണ്ട. ഇവിടെ നിന്ന് എടുത്തിട്ട്
ഇവിടെ തന്നെ ഇരുന്നോട്ട്. ഇതൊരു മെയിൻ ചെസ്റ്റ് ആക്കണം. ഇതെല്ലാം ഇവിടെ തന്നെ ഇരുന്നിട്ട് എത്ര ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും? ഓവർ ചെസ്റ്റ് വേണ്ട നമുക്ക്, അത്രയും ചെസ്റ്റ് വേണ്ടായിരിക്കും. ഒരു 10-15 ഉണ്ടാക്കും, അത്രയൊന്നും വേണ്ട നമുക്ക്. 2 1 2 3 4 5 6 7 8 9 10 മതി. ഇവിടെ എന്താണ് ഇരുന്നോട്ടെ. പിന്നെ സമയം പോലെ നമുക്ക് ഇതങ്ങ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഗൈസ്. ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് കുറേ ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് ഈ വീടൊക്കെ ഒന്ന് മാറ്റിയിട്ട് സെറ്റാക്കാം. ഇവിടെയാണ് ഓക്കെ. സ്റ്റോറേജിൻ്റെ പ്രശ്നം കഴിഞ്ഞു. ഞാൻ ആവശ്യമുള്ള പോലെ സ്റ്റോറേജ് ഇട്ട് ഇത് മണ്ടയ്ക്ക് ഇരുന്നോട്ട്. ഈ ബ്രിക്ക് എടുത്ത് മണ്ടയ്ക്കൊക്കെ നമുക്കിനിയും നാളത്തേന്ന് പറയുമ്പോൾ ബ്രീഡർ തന്നെ ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് അയണിൻ്റെ ആവശ്യം പറ്റുന്നുണ്ട് അടുത്ത എപ്പിസോഡിലൊക്കെ. അപ്പം അടുത്ത ബ്രീഡർ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ അയൺ ഫാം ഉണ്ടാക്കണം. അങ്ങനെ പ്രോഗ്രസ്സായി പോകാൻ വേണ്ടിയാണ്. ഇനിയും പിന്നെ ഞാൻ ഓഫ് ക്യാമറ ഇന്ന് ഈ വീടെല്ലാം പൊളിക്കാൻ തന്നെ പ്ലാൻ ചെയ്ത്. ഈ വീടൊന്നും വേണ്ട നമുക്ക്, കുറേ വീടൊക്കെ നമുക്ക് ഇവിടുന്ന് അങ്ങ് മാറ്റണം ഗൈസ്. പന്നിച്ചൻ അയ്യോ അടിക്കാൻ പറഞ്ഞു, ചാടിയത് മാത്രമേ ഉള്ളൂ. ഹലോ. പിന്നെ പന്നി ഞങ്ങൾക്കൊന്ന് കഴിച്ചാൽ മതി. കുറച്ച് ദിവസത്തേക്ക് ഇനി ഇങ്ങനെ പോകണം, അത് വളരുന്ന വരെ. ഇനി ഞങ്ങൾ തീർക്കട്ടെ. ഓക്കെ. പിന്നെ ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. ഈ ട്രീയൊക്കെ എനിക്ക് ഓവർ ഫ്ലവർ ഇഷ്ടമല്ല. ഫ്ലവർ ഇവിടുന്ന് അകത്തൊരു കേവായിരുന്നു. വില്ലേജസ് വല്ല ഇറങ്ങിപ്പോയിട്ടുണ്ടോ? ഹലോ രമണ ആരും ഇറങ്ങിപ്പോയിട്ടില്ല. വലിയ ആരുമില്ല. ചാവുന്നെങ്കിൽ ചാവുന്നവരെയാവട്ടെ. അറിയാതെ തന്നെ ഞാൻ തന്നെ വന്ന് ചാടേണ്ട വരും ഇതിനകത്ത് ഞാൻ എടുത്താണോ ലൂട്ട് ചെയ്താണോ? ലൂട്ട് ചെയ്തത് അതും കൂടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തമ്മിലുള്ള ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണെന്ന് പറയാം. പക്ഷേ ലെങ്ത് ഒരുപാടുണ്ട്. ലെങ്ത് ഇങ്ങനെ സംസാരിച്ചും വീഡിയോ കാണിച്ച് ഈ ലെങ്ത് ഇങ്ങനെ നീട്ടിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളൂ. ഇറ്റ്സ് മീ ഹാനോ ഗെയിമിംഗ് സൈനിങ് ഔട്ട്.